എന്റെ അമ്മോ. സൂപ്പർ. ശരത് സാർ, പെട്ടിയുടെ അവസ്ഥ എന്താ? അത് അവിടെ തന്നെ ഉണ്ട്. തുരുമ്പെടുത്ത് ഈച്ച അരിച്ച് പോയി. നമുക്ക് അതിൽ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഇതിന്ന് മെല്ലെ എടുത്തു തുടങ്ങി ഇതിനകത്തുള്ള സാധനങ്ങൾ. അല്ല, ഞാൻ എണ്ണി വെച്ചാലും കുറഞ്ഞു. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. സോറി, നമുക്ക് ഷെയർ ചെയ്യാൻ. കാരണം ഇവരാരും ഇത് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വരാം, ഇനി എന്നെ വിളിക്കണേ. ഞാൻ വരാം, കൈയിട്ട് വരാം. ഓക്കെ, വൈകിട്ട് വരാൻ എന്താ ആഗ്രഹം? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്നെങ്കിലും ആരെങ്കിലും ആ പെട്ടി തുറക്കുമോ, കൈയിട്ട് വരാൻ ആരെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇന്നത്തെ കോമ്പറ്റീഷനിൽ ആദ്യമായി പാടാൻ വരുന്നു അശ്വിൻ ആൻഡ് ദേവിക. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കുഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല സ്വരനിശ്വാസമായൻ ഗാനം ഒരു നക്ഷത്രവനമിന്നു മകളെ വിതുമ്പുന്നിതാ സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ
പോലും മിണ്ടിയില്ല. കുയിൽ വന്നു പാടിയതെന്തേ, പ്രിയ സഖികളോതിയതെന്താണോ, പൂമിഴികളെന്തേ തോർന്നീല. അനുരാഗം പ്രിയരാഗം പെയ്തു തീരാതെ പോകുന്നു മോഹം. കടലല പോലെ അല തല്ലി അലയുന്നിതൻ മാനസം. കൊഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ, പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. സ്വയംവരചന്ദ്രികേ സ്വർണമണിമേഘമേ. എന്താണത്? അശ്വിൻ, ദേവിക, ചേച്ചി സൂപ്പർ, അടിപൊളിയായിരുന്നു. എടാ, ഞാൻ നിന്റെ അടുത്ത് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഷാനിക്ക, അവനും അവന്റെ അടുത്ത് ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഇവ പാടുമ്പോ ചിരിക്കാതെ പാട്ട് കഴിഞ്ഞിട്ടും പാട്ടിന് മുന്നേ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാറ്. പക്ഷെ ഡാൻസ് ഒക്കെ ഞാൻ ഇത്ര നിന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളിയായിട്ട് എനിക്ക് ആ dance ഒരു സീൻ ഒന്ന് കാര്യങ്ങളൊക്കെ കണ്ടാ ചെയ്തു. കൊള്ളാന്നുണ്ട്. ഏതാ ചേച്ചി? അവരെ ആ ഒരു സാധനം ചെയ്തില്ലേ, ചാടിത്തുള്ളി അതെവിടെയായിരുന്നു ആ തലമുരി scene? ഇട്ടിട്ട് ഒതിരി കടക പൊഴിയും. അനുവല്ലയ്ക്ക് മുമ്പ് അനുപല്ലവിക്ക് മുമ്പ് പല്ലവി അനു വേണ്ട. 1 2 3 4. സ്റ്റേജിൽ റൊമാൻസ് ആയിരുന്നു, സൈഡിൽ കോമഡി. എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. ഇതിനാണോ റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്നത്? ഏതാണ്ട്. ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. ചേച്ചി, അശ്വിൻ ആൻഡ് ദേവിക, ചേച്ചി സ്വീറ്റ് ആയ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് അശ്വിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് ഇഷ്ടപ്പെട്ടത്. വർക്ക് ചെയ്തോ ഇതിനു വേണ്ടി? പ്രാക്ടീസ് ചെയ്തിരുന്നു. നല്ലോണം പ്രാക്ടീസ് ചെയ്തു. നന്നായി പാടി അശ്വിൻ. താങ്ക് യു മാം. വെരി ഗുഡ്. മോളൂസേ, മാം എന്താ തൊണ്ട വയ്യേ? കുഴപ്പമില്ല. എന്താ? ടെൻഷൻ. ടെൻഷൻ കൊണ്ടോ? എന്ത് ടെൻഷൻ? എന്തിന്? അറിയില്ല. അതും അറിയില്ലേ? എന്താ ഇപ്പൊ ഞങ്ങള് ചെയ്യാ? നിങ്ങൾ ടെൻഷൻ കൊണ്ട് ഇങ്ങനെയായ എന്താ ചെയ്യാ? വോയിസ് കുറച്ച് വീക്കായിരുന്നു പാടുമ്പോ. പല ഭാഗങ്ങളിലും അത് വോയിസ് ടയേർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഡാൻസ് ഫസ്റ്റ് തുടങ്ങിയതൊക്കെ കിടിലായിരുന്നു, സൂപ്പറായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല ഗ്രേസ്ഫുൾ ആയി. എനിക്ക് എപ്പോഴും ഒരു കായിക താരത്തിന് മാതിരി തോന്നും. അത്ലീറ്റ് വല്ലതും ആണോ? അല്ല. അല്ല, അങ്ങനത്തെ ഒരു സ്പോർട്സ് വുമൺ ഒരു ഫീൽ ഉണ്ട് മോളെ കാണുമ്പോൾ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നല്ല ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ ആ ഫസ്റ്റ് പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എന്ത് പറ്റി, കുട്ടി അങ്ങ് ടയർഡായി പോയ വോയിസ് എന്ന്. വിഷമായി പോയി. കാരണം അതിൻ്റെ ഇടയിൽ അനുപല്ലവിയൊക്കെ ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെയും വീണ്ടും വോയിസ് ടയർഡാവുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം എന്താന്നുള്ളത്. ഓക്കെ, അതാണ് ഈ ഒരു പെർഫോമൻസിൽ എനിക്ക് തോന്നിയത്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇത് ആരാണ് ഇതിന്റെ കമ്പോസർ? ദീപക് ദേവ് സർ. ലിറിക്സ് കൈതപ്രം സർ. പിന്നെ പാടിയത് പി ജയചന്ദ്രൻ സാറും സുജാത മാമും. ഓക്കെ. സിനിമ ക്രോണിക് ബാച്ചിലർ. എന്തോ ഇന്ന് മോള് പാടിയപ്പോൾ മോള് കംപ്ലീറ്റ്ലി ഫോക്കസ് ആ പാട്ടിലായിരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. സ്ട്രെയിനോ ടെൻഷനോ എന്താണെന്നറിയില്ല. അത് നമ്മൾ മാറ്റണം. ഓക്കെ, അത് മാറ്റിയെടുക്കുക. മോൻ്റെ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് മോൻ പാടിയ സൈഡാണ്. മെയിൽ പോർഷൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ശ്രുതി ശുദ്ധമായിരുന്നു. ഓക്കെ,
അപ്പൊ ഇനിയും നന്നാക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അനവസരങ്ങളിൽ ചിരിക്കുന്ന ചെക്ക പാടുമ്പോ ചിരിക്കുവോ? ചിരിക്കാം. നല്ല ജ്ഞാനസ്ഥനാടാ നീ. ഇപ്പൊ ചിരിക്കാതിരിക്കുന്ന എന്തിനാ? ആരെങ്കിലും ചെള്ളക്കിട്ട് കുത്തിയോ? അല്ല, ഇപ്പൊ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. പിന്നെ ഞങ്ങൾ അഹങ്കാരി എന്നൊക്കെ വിളിക്കുന്നില്ല ഈ പറയുന്ന കേട്ടില്ലെങ്കിൽ. അത്രയും നല്ല കഴിവുള്ളപ്പോൾ ഒരു കുറച്ച് ചിരിയും കൂടെ എന്ത് രസമായിരിക്കും. എന്നാ ഒന്ന് ചിരിച്ചോണ്ട് നമുക്കൊരു 2 ലൈൻ പാടിയാലോ? പല്ലവി തന്നെ ആയിക്കോട്ടെ. നല്ല നല്ല രസകരമായിട്ട് നല്ല സുഖമായിരിക്കണം കേൾക്കാൻ. സ്വയം വരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയം വണ്ടർഫുൾ വണ്ടർഫുൾ. അവൾക്കായി പകർന്നു വരുമോ. നൈസ് 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 നൈസ്. അല്ല, നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ഈ ചിരി ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ചിരി കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് നെഞ്ചിൽ എഴുതി ഒട്ടിക്കുക കേട്ടോ. പിന്നെ എന്തായി? ഇതെന്തു പറ്റി പെട്ടെന്ന്? അറിയില്ല. അല്ല, നല്ല നല്ല കൺട്രോളുള്ള ഒരു ശബ്ദമുള്ള ആളാണ് നമ്മുടെ തെയ്യം. അപ്പം അത് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് അടച്ചിട്ട് വന്നാൽ നമ്മളല്ലേ കുടുങ്ങിപ്പോകുന്നത്. അതായത് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന അവൻ വൃത്തിയായിട്ട് പറയാം, അവൻ ചിരിക്കത്തുമില്ല. അപ്പം ദേവിക, ഇനി ശബ്ദമടപ്പൊന്നും ഇല്ലാണ്ട് വരണം ദേവിയത് കേട്ടോ. അത് നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണ വേണം. പിന്നെ അല്ലാണ്ടൊക്കെ അടച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. അപ്പം നിങ്ങളുടെ ശരീരം നോക്കിക്കൊള്ളുക കേട്ടോ. നല്ല ജ്ഞാനസ്ഥരാണ്, വേസ്റ്റാക്കി കളയരുത്. അത് മാത്രമേ പറയുന്നുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക. രണ്ടുപേരും ഇറ്റ് വാസ് ഗുഡ്, അങ്ങനെ പറയാം. ഒരു ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. ദേവികൾക്ക് എന്താ പറ്റിയത്? അറിയില്ല. അത് ഓക്കെ, അറിയില്ല, അത് പറഞ്ഞു. അപ്പോൾ അത് തൊണ്ട സൂക്ഷിക്കുക. കാരണം ഇനി കോമ്പറ്റീഷൻ വരുമ്പോഴും നമുക്ക് ഓരോ തവണ നമുക്ക് ഈ ഒച്ചയടപ്പ് തൊണ്ടയടപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റില്ല. ഇപ്പം എസ്കേപ്പ് അടിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇത് തുടക്കം സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഓക്കെ, നമ്മൾ ഓക്കെ സാരല്ല പോട്ടെ എന്നുള്ള ഒരു ലൈനിൽ നിൽക്കും. പക്ഷെ കുറേ കഴിയുമ്പോഴും തൊണ്ടയടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ മോളെ കേട്ടോ. ഓക്കെ. അശ്വിനെ, എനിക്ക് അശ്വിനോട് ദേഷ്യമാണ്. അശ്വിനെ, എനിക്ക് ചിരിക്കാത്ത കണ്ടസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ചിരിച്ചു പാടുമ്പോൾ അതിൻ്റെ നമ്മൾ പല സിംഗേഴ്സിനോട് ഇപ്പം നമ്മൾ പറയും അത് ചിരിച്ചുപാട് എന്ന് പറയും. ഇപ്പോൾ പലർക്കും ചിരിച്ചു പാടിയിട്ട് ഇപ്പം എന്ത് വ്യത്യാസമാണ് ഉണ്ടാകും. പക്ഷെ ചിരിച്ചു പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ആ ചിരിയിൽ വരുന്ന ഹാപ്പിനെസ് സോങ്ങിലേക്ക് വരും. ഞാൻ ഏറ്റവും കൂടുതൽ സിംഗേഴ്സിനോട് പറയുന്ന കാര്യമാണ് കട്ട് 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 അതൊന്നുകൂടി ഒന്ന് ചിരിച്ചു പാടുക എന്നുള്ളത്. നമ്മുടെ റെക്കോർഡിങ്സിന് വട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് അശ്വിൻ ചെയ്യണം കേട്ടോ. ഓക്കെ സർ. പാട്ടിനനുസരിച്ച് കേട്ടോ. എല്ലാത്തിനും പോയിട്ട് ചിരിച്ചു പാടിയിട്ട് കാര്യമൊന്നുമില്ല. ശരിയാക്കി തരാം, ഞാൻ എല്ലാ പാട്ടും ചിരിക്കും. അപ്പം ഇത് തുടക്കമായതുകൊണ്ട് ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടയ്ക്കുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി, അശ്വിന്റെ മാർക്ക് 8.6. താങ്ക് യു. ശരത് സർ. അശ്വിൻ 8.5. താങ്ക് യു. ചിരിച്ചോണ്ട് മാർക്ക് പറഞ്ഞുണ്ട. ഷാനിക്ക. അശ്വിനെ, എന്തോ ചിരിക്കാത്തത് കൊണ്ട് 8.2. താങ്ക് യു. താങ്ക് യു മാർക്ക് ഷാനിക്ക. സോ ടോട്ടൽ 25.3 ചിരിക്കാത്തത് കൊണ്ട്. ഇനി അടുത്തത് ദേവുന്റെ മാർക്ക്. ചേച്ചി. ദേവുക്കുട്ടി 7.6. ശരത് സർ. ദേവുക്കുട്ടി 7.9. ഷാനിക്ക 7.8. താങ്ക് യു ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 23.3. ഓക്കേടാ. അടുത്തതായി ഡ്യുവറ്റ് റൗണ്ടിൽ പാടാൻ വരുന്നു സഞ്ജയ് ആൻഡ് അനഘ. ആ
കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകൂടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യപ്പന്തലൊരുങ്ങി എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടും ഇന്നു നീ പോയി വരും ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും ചിറകുണരാം പെൺപിറാവായി ഞാനിവിടെ കാത്തു നിൽക്കാം മഴവില്ലിൻ പൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയെത്താം ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ സ്വരം അലീന 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 കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മിഴികളെന്തിനാണു വേറെ മൃദുല കരങ്ങളില്ലേ
കടലോളം നിലാവ് കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് സോ സ്വീറ്റ്. സഞ്ജയ്, അനഘ, ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഡാൻസ് ഒക്കെ നേരത്തെ അറിയോ സഞ്ജയ്ക്ക്? ഇല്ല, ഇപ്പം ഷാഹുൽ ചേട്ടൻ പറഞ്ഞു പഠിപ്പിച്ചെന്ന്. പക്ഷെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് കളിച്ചല്ലോ. താങ്ക് യു. അതുപോലെ അനഘയ്ക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ? ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യും, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. ചേച്ചി. സഞ്ജയ് സൂപ്പർ. താങ്ക് യു. അനഘ വെരി നൈസ്. താങ്ക് യു. രണ്ടുപേരും നല്ലൊരു പാട്ടാണ് എടുത്തു കൊണ്ടുവന്നത്. വിദ്യാജിയുടെ വൺ ഓഫ് ഹിസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെലഡീസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. ഇത് ആരാ സെലക്ട് ചെയ്തത്? ഞാനാണ് സെലക്ട് ചെയ്തത്. സഞ്ജയുടെ സെലക്ഷൻ ആണ്? അതെ അതെ. ഇത് ബാക്കി ക്രിയേറ്റേഴ്സിനെ പറ്റി പറയൂ. ഡയറക്ടർ മ്യൂസിക് വിദ്യാസാഗർ സാറ്. ഓക്കെ, ലിറിക്സ് അനഘ പറയട്ടെ. ലിറിക്സ് കൈതപ്രം സാർ. ഓക്കെ, പാടിയത് യേശുദാസ് സാറും അതുപോലെ തന്നെ പ്രീത മാമുമാണ് പാടിയത്. ഫിലിം ദേവദൂതൻ. എന്തായാലും നല്ല നല്ല കോസ്റ്റ്യൂംസ്. നിങ്ങള് ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങള് കാണുന്നുണ്ട് ഇതൊക്കെ. അതായത് ഡ്രസ്സിലും കോറിയോഗ്രഫിയിലും എല്ലാത്തിലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നന്നായിട്ടുണ്ട്. അനഘ നൈസ് കോസ്റ്റ്യൂം, നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. അതേപോലെ സഞ്ജയ് പാടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോളുടെ കയ്യിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ചില സംഗതികൾ വരുമ്പോഴത്തേക്ക് ഹൈ പാടിയിട്ട് ലോയിലേക്ക് വരുന്ന സമയത്തുള്ള ചില പോർഷൻസ് ഒക്കെ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യണം ഈ സോങ്. അല്ലാതെ ഫീൽ വൈസ് നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ്. അത് അതിൻ്റെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് പോയി ഞാൻ. എനിക്ക് കുറച്ചുകൂടി നന്നാവാം എന്നുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടിയത് മോളുടെ ഇതില്. മോൻ നന്നായി പാടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നന്നാവട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ്, അനഘ, സർ നല്ല പാട്ട്, ഉഗ്രം പാട്ട്, അതിലൊരു സംശയവുമില്ല. ബ്യൂട്ടിഫുൾ പാട്ട്. സഞ്ജയ് മോനെ, ഇത് ആ ഉൾക്കണ്ണിൻ ഇപ്പൊ ശബ്ദാടപ്പം കൊണ്ട് കിട്ടുന്നില്ല, പക്ഷെ അസാധ്യ ഫീലായിരുന്നു അത് പാടിയത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് അസാധ്യമായിരുന്നു കേൾക്കാൻ. പിന്നെ അനക്കെ എനിക്ക് ഇതൊന്ന് പാടി കേൾപ്പിക്കോ? ഫസ്റ്റ് ലൈൻ ആണോ? വീണ്ടും ഒന്ന് പോയി വരും, അതൊന്ന് പാടാമോ? എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടും ഇന്നു നീ പോയി വരും. അത് പോയി വരും എന്നാണോ? പോയി വരും ആണോ? അങ്ങനെയുള്ള കേട്ടതായിട്ട് എനിക്ക് തലയിലേ ഇല്ല, അങ്ങനെ ഡേറ്റായി ഇല്ല തലയിൽ. അതുകൊണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് നല്ലൊരു പാട്ട് വന്ന് പാടിയെന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരത് സർ. ഷാനിക. കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ആൽബമായിരുന്നു ഈ ദേവദൂതൻ എന്ന് പറയുന്നതിൻ്റെ ആൽബം. ഈ അടുത്ത് റിലീസ് ചെയ്തില്ലേ ദേവദൂതൻ? ആ സമയത്ത് പോലും തിയേറ്റർ മുഴുവൻ ആഘോഷിച്ച ഒരു ലാലേട്ടൻ്റെ സിനിമ. അതും ഞാൻ പറയില്ല, ഒരു പക്ക മ്യൂസിക്കൽ എന്ന് പറയുന്ന പോലത്തെ ഒരു മ്യൂസിക്കലി 100% ട്രീറ്റ് ചെയ്ത ഒരു സിനിമ. നിങ്ങൾ രണ്ടുപേരും കുഴപ്പമില്ലാതെ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. വെരി ഗുഡ്. പിന്നെ ഇത് സസ്റ്റെയിൻസ് നമ്മളൊന്ന്, കാരണം എല്ലാത്തിനും ഒരു ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പാട്ട് കേൾക്കാൻ. പ്രത്യേകിച്ച് ഇതുപോലത്തെ പാട്ടിനൊക്കെ സസ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ സോങ് കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടിഫൈ ആവും, ഇങ്ങനത്തെ പാട്ടൊക്കെ. പിന്നെ സഞ്ജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ലോ ഉണ്ട്, എക്സ്ട്രീം ഹൈയും ഉണ്ട് ഈ പാട്ടിൽ. ഇപ്പം അലീന എന്ന് പറയുന്നത് അങ്ങ് കിടക്കുകയാണ്, ഉൾക്കണ്ണിലാണെങ്കിൽ അങ്ങ് താഴെയും കിടക്കുകയാണ്. അപ്പം ഇതൊരു ഒരു വോക്കൽ എക്സസൈസ് പോലത്തെ ഒരു സോങ് ആണ്. ഒരുവിധം എല്ലാ റേഞ്ചും കവർ ചെയ്യുന്ന ഒരു സോങ് ആണ്. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് നീ കേട്ടോ. പക്ഷേ ഈ പറഞ്ഞല്ലാണ്, ഇത് നിങ്ങളുടെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് പോകെ
ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് സഞ്ജയുടെ മാർക്ക്. ചേച്ചി. സഞ്ജയ്ക്ക് ഇന്നത്തെ പെർഫോമൻസിന് 8. താങ്ക് യു. ശരത് സാർ. സഞ്ജയ് മോനെ 8 മാർക്സ്. ഷാനിക്ക. 8. താങ്ക് യു. ടോട്ടൽ 24. ഓക്കെ, ഇനി അനക്കയുടെ മാർക്ക്. ചേച്ചി. അനഘ ഇന്നത്തെ പെർഫോമൻസിന് 7.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ. അനക്ക 8 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു മാമോ. ചുമ്മാ അല്ല നിനക്ക് ഈ പാടിനൊക്കെ തെറ്റും. കുറയ്ക്ക്. 7.2. സർ. ഷാനിക്ക. എന്നെ എന്താ വിളിക്കാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച മാർക്ക് പറയാണ്. 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ടോട്ടൽ 23.9. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി സൂപ്പർ സ്റ്റാർ സീനിയറിലെ ലാസ്റ്റ് ഡുവറ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. പാടാൻ വരുന്നു ഗൗരി ആൻഡ് ദേവസൂര്യ. സൂപ്പർ. ദേവ, എന്തോ ഗൗരി തകർത്തു. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് രസമായിരുന്നു അറിയോ? എടാ, നീ ഭയങ്കര ക്യൂട്ടായിരുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ? അല്ല, ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്നത്. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. പാറുച്ചി, ആക്ച്വലി ഞാൻ ദേവനോട് പറയുമായിരുന്നു, ആ, നമ്മളെ ഈ കുത്താൻ വരുന്ന പോത്തിനെ പിന്നെ നമുക്ക് മെരുക്കിയെടുക്കാം. പക്ഷെ ദേവനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പെട്ടൊരു പാടുണ്ടല്ലോ. പക്ഷെ ലാസ്റ്റ് അതിലോട്ട് എത്തിയ ആള് ആണല്ലേ? സൂപ്പർടാ. താങ്ക് യു ചേച്ചി. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. ഗൗരി ആൻഡ് ദേവസൂര്യ, സർ, നിങ്ങൾ രണ്ടുപേരുടെ ഒരു സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് മേലെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ദേവസൂര്യ തന്നെയാണ്. താങ്ക് യു സർ. എനിക്ക് മനസ്സിലാവാഞ്ഞത് ആദ്യത്തെ ഒരു കോൺവെർസേഷൻ സംഭവം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ എല്ലാം എന്ന് ദേവൻ പാടുമ്പോൾ ഗൗരി ഇപ്പുറത്ത് കറക്റ്റ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ബാക്കി എക്സ്പ്രഷൻസ് ഇടണേ. അണ്ണൻ വേറെ എവിടെയോ നോക്കിയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോഴേ ഗൗരി ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ്. കാരണം ആ ഡയലോഗ്സ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ എക്സ്പ്രഷൻസ് കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചില്ലറ കാര്യമല്ല മോളെ നീ ചെയ്തത് കേട്ടോ. താങ്ക് യു സർ. പക്ഷെ നീ ഇത് ഇവനെ നോക്കിയിട്ട് പറയുമ്പോ ഇവൻ നിന്നെ നോക്കണ്ടേ? റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഒന്ന് നോക്കണം ചേച്ചി. എനിക്കത് വരില്ല ചേച്ചി. ഞാൻ വേണമെങ്കിൽ അച്ഛനെ പേടിപ്പിക്കാം. ദൈവം നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. പിന്നെ ആരൊക്കെയാണ് പാട്ടിന്റെ ആൾക്കാർ പറഞ്ഞേ? പാടിയത് യേശുദാസ് സാറാണ്, സുജാത മമ്മൂട്ടി. മ്യൂസിക് വിദ്യാസാഗർ സാറാണ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. മൂവി മീശ മാധവൻ. എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഗൗരി കുറച്ച് ശ്രുതി പ്രശ്നങ്ങളും കുറച്ച് പിച്ചോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഇങ്ങനെ കൂടുതൽ അതാണ് ഗൗരിയുടെ പോർഷൻസിലാണ് ചെറിയ ചെറിയ സ്ലിപ്സ് വന്നിരിക്കുന്നത്. ദേവൻ ഒരുവിധം മാനേജ് ചെയ്തിട്ടുണ്ട്. നല്ലത് നല്ലത് അത്രേ പറയുന്നുള്ളൂ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. യെസ് ദേവൻ. എന്തോ സർ? ഗൗരി അല്ലേ? സർ, നല്ല രസമുള്ള ഒരു പാട്ട് നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അതുപോലെ നാദസ്വരത്തിൽ എന്തുവായിരുന്നു കാണിച്ചത്? മകുടിയോ? പക്ഷെ പാട്ട് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അങ്ങ് ചളവളാന്നാവുന്ന എന്താണ്? തുടക്കം കുഴപ്പമില്ല, പിന്നെ അങ്ങ് ശ്രുതിന്നും ഒക്കെ ഇറങ്ങി ആകപ്പാട് ഒരു ക്ഷീണാവസ്ഥയാണ്. അതെന്താണ്? ആക്ച്വലി കയറുന്നതിന് മുന്നേ നന്നായിട്ട് ചുമക്കുന്നുണ്ട്. നല്ല പിച്ച് പോയത് അതുകൊണ്ടെന്നല്ല, നല്ല രീതിക്ക് ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മൂക്കടഞ്ഞിട്ടുണ്ടോ? മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ കോൾഡ് ഉണ്ട്. കോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? അല്ല അങ്ങനെയല്ല, വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ പറ, കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇതാണ് ഒരാൾക്ക് അസുഖമാണെന്നൊക്കെ പറയുമ്പോ ഇങ്ങേർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഉൾപ്പുളകം. പക്ഷെ ഈ നമ്മള് ചക്കരച്ചക്കം കലക്കി കേട്ടോ. താങ്ക് യു സർ. സൂപ്പറായിട്ട് ചെയ്തു. എല്ലാം ഒരു ചന്തം ഉണ്ടായിരുന്നു നീ ചെയ്യുന്ന, ഈ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇതാണെങ്കിലും പക്ഷെ അതൊക്കെ നമ്മൾ രസിച്ചു. താങ്ക് യു കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. മക്കളെ കലക്കി. പൊളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് നിങ്ങളുടെ ഒരു എന്താണ് മോന്റെ ആ ഒരു കംബാക്ക്, അത് ശരിക്കും ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്. മോളാണെങ്കിൽ സുന്ദരിയായിട്ടുണ്ട് കാണാൻ, നന്നായി ഒരുങ്ങി വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിട്ടാണ് കൊടുത്തത് ഈ പാട്ടിനകത്ത്. അതും
ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ തൊണ്ടയുടെ വൈയായിക കാരണം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, ഹൈ പാടുമ്പോഴത്തേക്ക് സംഗതി വരുമ്പോഴത്തേക്കുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ശരിയായി വന്നോളും, നോ പ്രോബ്ലം. ഇതൊരു വെരി ഗുഡ് സ്റ്റാർട്ടാണ്. ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആണ് ഇപ്പം ഞാനിങ്ങനെ മാറാൻ കാരണം ഇവരെല്ലാവരും ഞാനോട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം. അതെ, അല്ല ഇതനി നന്നാവത്തേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് ദേവന്റെ മാർക്സ്. ശരത് സർ, യെസ്. ദേവന്റെ മാർക്ക്. ദേവൻ സർ 8.6. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി? ദേവൻ, മാം എനിക്ക് വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ദേവന്റെ ഈ ഒരു പെർഫോമൻസ്. 9 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു. ഷാനിക? ദേവാ സർ 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 26.3. Thank you. സൂപ്പർ. ഓക്കെ, ഇനി നമ്മളുടെ കുട്ടിയുടെ മാർക്ക്. ഗൗരി സർ. 8.2. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി? ഗൗരി, സാങ്കേതിക തടസ്സങ്ങൾ കാരണം മാത്രമാണ് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. അത് ഇതെന്താ ശരിയാക്കി. ദൂരദർശനം? ഓക്കെ, 8.4. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക? ഗൗരി സർ. 8.2. താങ്ക് യു സർ. ഷാനിക. സോ ടോട്ടൽ 24.8. താങ്ക് യു. മോനെ എന്തോ? ഇതുപോലെ തന്നെ പിടിച്ചോട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്ക്. Thank you. താങ്ക് യു. ജഡ്ജസ്, Yes. അങ്ങനെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ആദ്യത്തെ 2 റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. Oh, great, great, great. Wonderful. സിഗ്നേച്ചർ റൗണ്ട് ആൻഡ് ഡ്യുവറ്റ് റൗണ്ട്. അത് വിജയകരമായി കഴിഞ്ഞു എന്ന് പറയാം. അതെ, വിജയകരമായി കഴിഞ്ഞിരിക്കുവാണ്. അപ്പോ കൺഗ്രാറ്റുലേഷൻ. പക്ഷേ പെട്ടി ഇതുവരെ തുറന്നില്ല. എനിക്ക് ആ വിഷമം മാറുന്നില്ല. എടോ, അതിനൊരു ചാൻസ് വേണ്ടേ? ചുമ്മാ വെട്ടി തുറ എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 2 ഷെഡ്യൂൾ കഴിഞ്ഞല്ലോ. 2 റൗണ്ട്സ്. 2 റൗണ്ട്സ് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആ പെട്ടി തുറക്കാൻ എന്തെങ്കിലും ഒരു വഴി സാറിന്റെ അടുത്ത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കണേ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം സർ. ചെയ്യാം. കൂടുതൽ കിട്ടിയ ആൾക്ക് ഗുഡ് ഐഡിയ. ഓ, വേറെ ഷാനിക. മാർഗമില്ല. Is it good? വണ്ടർഫുൾ. Good idea? Yes. എനിക്ക് എന്റെ പെട്ടി ഒന്ന് തുറക്കണം. തുറക്കും. പറ, പൊടിയൊക്കെ തട്ടിയെടുക്കും. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്? ഈ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ ടോപ്പ് മാർക്ക് കിട്ടിയിരിക്കുന്നത് അതിന് മുന്നേ ശരത് സാർ പെട്ടിയായിട്ട് വാ. ശരത് സാർ, Open the box. നമ്മളിത് സംഗതി പെട്ടി തുറക്കാൻ പോവാണ്. എനിക്കൊരു ചാൻസ് തരൂ. സർ, ആദ്യം എന്താണ് ഇതിനകത്തുനിന്ന് അറിയാനുള്ള ഒരു ത്വര. എന്നാ തുറ. എന്നാ തുറ. അതെ, ഗൈസ് ഇത് കാണൂ. ശരത് സാർ, ഇത് എന്താണിത്? ഈ പെട്ടി എങ്ങനെ അവിടെ വെച്ചു? കൈകൊണ്ട്. ഈ പെട്ടി നിറയെ പണമാണ്. പണപ്പെട്ടി. പണപ്പെട്ടിയാണ്. കാര്യം ഇത് നമുക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു ചാൻസ് ഇവര് തന്നില്ല. അവര് പരസ്പരം മത്സരിച്ച് താഴേക്കും. അതുകൊണ്ട് ബാങ്ക് ഓഫ് ശരത്തിന് വളരെയധികം വിഷമമായിരുന്നു. അതെ അതെ. ഞാൻ മാനസികമായി തകർന്നു. ഇനിയിപ്പോ ആരെങ്കിലും ഒരാളെ വിളിക്കട്ടെ ഞാൻ. ആ, അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ ഏറ്റവും ടോപ്പർ ആയിട്ട് നിൽക്കുന്ന ആൾ അത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. അശ്വിൻ. അശ്വിൻ, come. പെട്ടി എടുക്കാൻ വന്നാണ്. ഇപ്പൊ തല പൊന്തിക്കുമ്പോ പെട്ടി ഞാൻ തെറിക്കും. ചോദിക്കട്ടെ, ഇത് മുഴുവൻ കൊടുക്കുന്നുണ്ടോ അതോ എണ്ണി കൊടുക്കും? ഒരിക്കലും മുഴുവനുമായിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പാപ്പരാവാൻ എന്റെ ആഗ്രഹം. കൈ തന്നോ? സാറിന്റെ ഇഷ്ടമുള്ള കൊടുത്തോ? പാറു അവിടെ നിക്കണം കേട്ടോ. ചക്കരെ, താങ്ക് യു. നിനക്ക് കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് അശ്വിൻ. സംഗതി പെട്ടിയിലെ ആ പണം കിട്ടാൻ പോകുന്നത് ആദ്യം ആർക്കാണ്? അശ്വിൻ. അശ്വിൻ.
അത്രയും മതി, കമ്പനി പൂട്ടുവന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ഭീമമായ തുക ഈ ചെക്കന് പറയൂ. ഇത് 1000 രൂപ. 1000 രൂപയാണ് 1000 രൂപ എന്ന് പറഞ്ഞാൽ കുറവല്ല. ക്യാഷ് പ്രൈസ്. കൺഗ്രാറ്റുലേഷൻസ് അശ്വിൻ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇല്ല പാറു, വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, എനിക്ക് നിക്കടേ, എനിക്കൊരു 500 രൂപ തരൂ. എന്തിനാ തിരിച്ചു പോകാനാണോ? അല്ല ഞാനിപ്പോ ഷാനെ എന്തോ മഞ്ചേരി, യെസ് സർ. നമ്മള് ഇതിപ്പോ ഈ കൊടുത്ത 1000 രൂപ എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേറെ മാർഗമില്ലാതെ കൊടുത്തത്. നമ്മളിപ്പോ ഷാന്റെ ഒരു ഐഡിയ വെച്ചിട്ട് വേറെ കാര്യം, ഇത് പെട്ടി തുറക്കാൻ നമ്മൾ പോകുന്ന പറഞ്ഞാൽ നാണക്കേടാ. ഞാൻ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പാടി ഇത് തുറപ്പിക്കുന്നവർക്ക് ഇതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിച്ചുള്ളൂ. തീർച്ചയായും. അപ്പൊ ഇതൊരു പ്രോത്സാഹന സമ്മാനം മാത്രമാണ്. ഓക്കെ, മഞ്ചരിപ്പെട്ടി തുറക്കുന്നുണ്ടോ? മഞ്ചരിപ്പെട്ടി തുറക്കും, അത് മുഴുവൻ കൊടുക്കും. ചേച്ചി ആ പെട്ടി ആയിട്ടിങ്ങ് വാ. ഷാനെ നീ കൂടെ വാ. ചേച്ചി, യെസ്, സെക്കൻഡ് ആരാണ് എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആ ആൾക്ക് നമുക്ക് മഞ്ചരിപ്പെട്ടിന്ന് മധുരം കൊടുക്കും. യെസ്, ഷാനിക്കയുടെ പെട്ടിന്ന് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് അവര് തന്നെ നേടിയേ പറ്റുള്ളൂ. കാരണം ആ പെട്ടിയുടെ പേര് തന്നെ അവസരപ്പെട്ടി എന്നാണ്. അതെ, അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് അവസരപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ അതിന്റെ It's okay, it's okay. You continue. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. Yeah. സോ അപ്പൊ ആ പെട്ടിയുടെ പേരിൽ തന്നെ ഉണ്ട് എന്താണത് എന്നുള്ളത്, അവസരപ്പെട്ടി. അതാ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് ആരാണത്? ആരാണെന്ന് ഞാൻ പറയട്ടെ? പറയണം പാറു. പറയട്ടെ? യെസ്, അർച്ചന. Come on everybody. Come on everybody. അർച്ചന. Hey, come on everybody. ഈ മധുര പെട്ടി ഞാൻ മൊത്തമായി അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. Congratulations. Good. അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും പരിചയപ്പെട്ടു. അവരുടെ ടാലൻസ് ഒക്കെ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പുതിയ റൗണ്ട്സ്, പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സംഗതി പെട്ടി ഇങ്ങ് തന്നേക്കൂ, അത് അവിടെ ഭദ്രമല്ല, ഇവിടെ ഇരിക്കട്ടെ. അത് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. സംഗതിപ്പെട്ടി, മഞ്ചരിപ്പെട്ടി, അവസരപ്പെട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ഷെഡ്യൂൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.